എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമൻ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രാമാവതാരം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? ഭൂഭാരം തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും ഏറ്റവും സാധാരണക്കാരൻ്റെ ഭാഷയിൽ രാമൻ ജനിച്ചത് രാവണനെ വധിക്കാനാണ് എന്നാണ് സങ്കല്പം. അത് ആധ്യാത്മികമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന അളവിലുള്ള അറിവാണ് എങ്കിൽ പോലും രാമനും രാവണനുമാണ് രാമായണത്തിൻ്റെ രണ്ട് തൂണുകൾ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. രാമന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം രാവണനുമുണ്ട്. രാവണന്റെ കൂടെ കഥയാണ് രാമായണം. രാവണൻ ഉത്തമനായിട്ടുള്ളൊരു ശിവഭക്തനായിരുന്നു. അദ്ദേഹം എഴുതിയ ശിവതാണ്ഡവ സ്തോത്രം വായിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു, അതിലേറെ അദ്ദേഹത്തിന് ദുശീലങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ രാവണന്റെ ജനന കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. ആരാണ് രാവണൻ? രാവണൻ എങ്ങനെയാണ് രാക്ഷസ ചക്രവർത്തിയായിട്ട് മാറിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. രാവണന്റെ ജനനത്തിന്റെ കഥ തുടങ്ങുന്നത് സുമാലിയിൽ നിന്നാണ്. സുമാലി എന്ന് പറയുന്ന രാക്ഷസന് ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേരാണ് കൈകസി. സുമാലി ഒരിക്കലും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ടത് സാക്ഷാൽ കുബേരൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ ദൂരേക്ക് എവിടേക്കോ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ ഈ സുമാലിക്ക് തോന്നി, ഇങ്ങനെയുള്ള ഒരു മകനെ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചത് ഈ കുബേരൻ്റെ അച്ഛൻ വളരെ കേവലപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കില്ലേ? കുബേരൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്രവസ് എന്ന് പറയുന്നൊരു മഹർഷിയായിരുന്നു. ആ വിശ്രവസിൻ്റെ കേമത്വം കൊണ്ടാണല്ലോ കുബേരനെ പോലെ ഒരു മകൻ ഉണ്ടായത്. അപ്പം നമ്മുടെ പരമ്പരയിലും ഇങ്ങനെ സമർത്ഥന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള മുനികളൊക്കെ വിചാരിച്ചാൽ അത് സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. അദ്ദേഹം നേരെ തൻ്റെ മകളായിട്ടുള്ള കൈകസിയുടെ അടുത്തേക്ക് പോയി. കൈകസിയോട് പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, നിനക്ക് പ്രായമായി, പക്വതയായി. നമ്മുടെ രാക്ഷസവംശത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. നമ്മളിപ്പോൾ നിരന്തരം യുദ്ധങ്ങളൊക്കെ തോറ്റുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നമ്മുടെ പരമ്പരയിൽ വീരന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ വംശം നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നീ ചെയ്യണം. നീ ഉടനെ തന്നെ വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹത്തെ സേവിക്കണം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് നല്ല മക്കളുണ്ടാവും എന്ന് സുമാലി മകളോട് പറയുന്നു. ഈ അച്ഛൻ്റെ വാക്ക് കേട്ട കൈകസി വിശ്രവസിൻ്റെ ആശ്രമത്തിൽ പോയി അവിടെ മഹർഷിയെ സേവിക്കാൻ തുടങ്ങി. നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ. നല്ല രീതിയിൽ മഹർഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കി, ഭക്ഷണം കൊടുത്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഹോമത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എപ്പോഴൊരു സഹായമായിട്ട് കൈകസി ഇങ്ങനെ കൂടെ ഉണ്ടാവും. അങ്ങനെ കൈകസിയും വിശ്രവസും തമ്മിലുള്ള ഒരു വിവാഹം അവിടെ നടക്കുന്നു. ആ സമയത്ത് ഒരിക്കൽ സന്ധ്യാവന്ദനത്തിനായിട്ട് വിശ്രവസ് പുറത്തു പോകുമ്പോൾ ഈ ഭാര്യാസ്ഥാനത്തുള്ള ഈ കൈകസി അവിടെ വരികയും എനിക്കിപ്പോൾ അങ്ങ് പുത്രന്മാരെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുത്രോത്പാദനം പോലുള്ള കാര്യങ്ങൾക്കൊന്നും അനുയോജ്യമായിട്ടുള്ളൊരു സമയമല്ല. ഇത് പാവം മഹർഷി ഭാര്യ ഉപദേശിച്ചു, അതൊന്നും കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ തന്നെ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഭർത്താവ് എന്ന് പറയുന്ന ധർമ്മത്തിനെതിരാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബലാത്കാരമായിട്ട് തന്നെ ആ മഹർഷിയിൽ നിന്ന് പുത്രസമ്പാദനം നടത്തി. ആ അസമയത്ത് എന്ന് വെച്ചാൽ ത്രിസന്ധ്യാസമയത്ത്, ഈ സമയത്ത് തന്നെയാണ് പണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഒക്കെ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസുരിക ഗുണമുള്ള കുട്ടികളാണ് 3 പേര് ജനിച്ചത്. ഒരു കുട്ടിക്ക് മാത്രം ദൈവഭക്തിയും ഈശ്വര വിശ്വാസമൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അങ്ങനെ ഈ വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയിൽ നിന്ന് കൈകസി എന്ന് പറയുന്ന രാക്ഷസിക്ക് ഉണ്ടായിട്ടുള്ള 4 മക്കളിൽ മൂത്ത ആളുടെ പേരാണ് രാവണൻ. രണ്ടാമത്തെ ആളുടെ പേര് കുംഭകർണൻ. മൂന്നാമതൊരു പെൺകുട്ടിയായിരുന്നു, അവളുടെ പേര് ശൂർപ്പനഖ. നാലാമത്തേതും ഏറ്റവും ഭക്തനുമായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് 4ാമത്തെ ആള് വിഭീഷണൻ. ഇങ്ങനെയാണ് 4 മക്കൾ ഉണ്ടാവുന്നത്. ഈ 4 മക്കളിൽ പെൺകുട്ടി ഒഴികെയുള്ള 3 പേര് ആൺകുട്ടികൾ ഉടനെ ചെന്ന് തപസ് ആരംഭിച്ചു. കാരണം നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ തിരിച്ചെടുക്കണം എന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. ആ പ്രതാപം കിട്ടാൻ വേണ്ടി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. രാവണൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു എന്നാണ്. കുംഭകർണനാവട്ടെ സൂര്യനിലേക്ക് ദൃഷ്ടിയെ പതിപ്പിച്ച് തപസ് ചെയ്തു. വിഭീഷണൻ ശാന്തമായിട്ടും തപസ് ചെയ്തു. കുറേ സമയം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാവണൻ അദ്ദേഹം ചെയ്തത് തൻ്റെ ഓരോരോ ശരീരാവയവങ്ങൾ, പ്രത്യേകിച്ച് തല തന്നെ
ഹോമിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. ആ സമയത്താണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നതും രാവണന് അമരത്വം കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കേവലം ഒരു മനുഷ്യൻ്റെ കൈകൊണ്ട് മാത്രമേ എൻ്റെ മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള വരം അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ രാവണനും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും മോശമായത് എന്ന് ചോദിച്ചാൽ അതിൽ വലിയൊരു കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കുഞ്ഞുനാളിൽ കുട്ടികളുടെ മനസ്സിലേക്ക് എന്ത് വിചാരമാണോ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുക. ഒരിക്കലും കുട്ടിയായിരിക്കണ രാവണൻ കൈകസിയുടെ മടിയിൽ കിടക്കുമ്പോൾ ഇതേപോലെ പുഷ്പവിമാനത്തിൽ കുബേരൻ പോകുന്നത് കണ്ടു അത്രേ. അപ്പൊ രാവണൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ പോകുന്നത് ആരാണ്? അദ്ദേഹത്തിന് നല്ല തേജസ്, അദ്ദേഹത്തിന് ഒരുപാട് ധനമൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം ആരാണ്? കൈകസിക്ക് പറഞ്ഞു കൊടുത്താൽ മതി, അത് കുബേരനാണ്, തൻ്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തെ സ്നേഹിക്കണം എന്നൊക്കെ. പക്ഷെ കൈകസി പറഞ്ഞത് എന്താണ്? മോനെ, നിന്റെ വിധി നോക്ക്, നീയും അവനും ഒരേ അച്ഛൻ്റെ മക്കളാണ്. നീ ഇതായി കാട്ടു കിടക്കുന്നു, അവനതാ ധനികനായിട്ട് സമ്പത്തോടുകൂടി സർവ്വപ്രതാപങ്ങളോടുകൂടി സഞ്ചരിക്കുന്നു. നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, നമ്മളെ നോക്കാനൊന്നും ആരുമില്ല, നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ ഒരു കുട്ടി എന്താണോ കേൾക്കാൻ പാടില്ലാത്തത് അത് മാത്രമാണ് കൈകസി രാവണനെ ചെവിയിലേക്ക് ഓതിക്കൊടുത്തതെന്നാണ്. അതാണ് രാവണനെ ആ ഒരു സ്വഭാവത്തിലേക്ക് പിന്നീട് മാറ്റിയതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നൊക്കെ പരിശീലനങ്ങൾ സിദ്ധിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ കഥ തീർച്ചയായിട്ടും പ്രസക്തമാണ്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് അമ്മയ്ക്ക്, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് അമ്മയും കുട്ടിയും നടക്കുന്ന സംഭാഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും രാവണന്റെ ജനനം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ആ രാക്ഷസ രാജാവായി തീർന്ന, ലങ്കാധിപതിയായി തീർന്ന രാവണനാണ് പിന്നീട് രാമായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനായക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. മറ്റുള്ള കഥകളൊക്കെ അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ആ രാവണനാക്കിയ ഒന്നുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ശിവഭക്തിയാണ്. ആ ശിവഭക്തനായിരിക്കുന്ന രാവണനെ നമുക്കൊക്കെ ആദരവാണ്. ആ മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.